സ്കോക്ക് പടക്കളം. ഡയറക്ടർ മനു സ്വരാജ്, റൈറ്റേഴ്സ് നിതിൻ സി ബാബു, കൂടാതെ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള മനു സ്വരാജ്, രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ജോൺറ എന്ന് പറയുന്ന സമയത്ത് കോമഡി, ഡ്രാമ, ഫാൻറ്റസി, സൂപ്പർ നാച്ചുറൽ, അതായത് നോർമൽ കോമഡി പടമല്ല. അപ്പോൾ ജോൺറ മനസ്സിലാക്കി കഴിഞ്ഞാൽ പടത്തിൻ്റെ വൈബ് പിടിക്കാൻ ഈസിയാണ്. ബേസിലിൻ്റെ ടീമാണ്. ബേസിൽ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് മനു സ്വരാജ്. അതുപോലെ തന്നെ മറ്റൊരു ബേസിൽ സ്കൂളിൽ വന്നിട്ട് ആളായിട്ടുള്ള RDX ഡയറക്ടർ നഹാസ് ഹിദായത്ത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ബേസിലിനെ കുറിച്ച് റെഫറൻസ് ഉണ്ട് പടത്തിൽ. അപ്പോൾ ആ ഒരു വൈബ് പിടിച്ചിട്ടുള്ള സിനിമയാണ്. വിജയ് ബാബു, ആക്ടർ വിജയ് ബാബു, അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഡോക്ടറായിട്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. കൂടാതെ വിജയ് സുബ്രഹ്മണ്യം കൂടെ പ്രൊഡ്യൂസറാണ്. DOP അരുൺ മൂത്തെടുത്ത്, എഡിറ്റർ നിതിൻ രാജ് ആരോൾ. രണ്ടുപേരും പടത്തിൻ്റെ മൂഡിനനുസരിച്ച് വൃത്തിക്ക് പണിയെടുത്തിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി ഇതിൻ്റെ മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് രാകേഷ് മുരുകേശനാണ്. അൽഫോൺസ് പുത്രൻ്റെ അറിയാലോ, പ്രേമം, നേരം, ഗോൾഡ്, ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കൈൻഡ് ഓഫ് പരിപാടി ഉണ്ടല്ലോ, ചില പടപ്പിക്കലും പിന്നെ കോമഡി സീൻസ് വരുന്ന സമയത്ത് കൊടുക്കുന്ന ചില പ്രത്യേക സ്കോറുകളൊക്കെ ഉണ്ട്. ബേബി ജീനൊക്കെ പാടിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് സ്ലോ മോഷൻ സീൻസും കുറച്ച് പടക്കലും പരിപാടിയൊക്കെ ഉണ്ട്. ആരോട് സ്റ്റീഫൻ നെടുമ്പള്ളി, ഖുറേഷി ഇബ്രാഹിം, ഗോവർദ്ധൻ്റെ അല്ല ഇന്ദ്രജിത്തിൻ്റെ ഒരു നറേഷനോട് കൂടിയിട്ടാണ് സിനിമ ആരംഭിക്കുന്നത്. ഏതോ നൂറ്റാണ്ടിൽ നടന്ന എന്തോ ഒരു മിത്തിക്കലായിട്ടുള്ള അങ്ങനത്തെ സൂപ്പർ നാച്ചുറൽ പരിപാടി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം പിന്നീട് ഈ സിനിമയായിട്ട് ഇതിന് കാര്യമായിട്ടുള്ള ഇടപാടുണ്ടാവുന്നു. അങ്ങനെ തന്നെയാണ് സിനിമയുടെ പിന്നീടുള്ള കഥകൾ വരുന്നത്. അപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ നരേഷന് ശേഷം പിന്നെ പ്രസൻറ്റ് ഒരു ക്യാമ്പസാണ് കാണിക്കുന്നത്, ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസ്. അവിടെ പിള്ളേരാണ്. പിന്നെ സന്ദീപ് പ്രദീപ് എന്ന് പറഞ്ഞാൽ ഫാലിമിയിൽ ബേസിൽ അനിയനായിട്ട് അഭിനയിച്ച പയ്യൻ, ജിംഖാനയിലെ ബോക്സർ. പുള്ളിയെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളി കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുണ്ടായിരുന്നു. ഈ സിനിമയിൽ കിടുവായിട്ട് പുള്ളി ആ റോള് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് സാഫ് ബോയ്സിലെ ഒരു സാഫ് ബോയ്, പുള്ളി വീഡിയോയിലൊക്കെ ഉള്ള പോലെ തന്നെ കൂളായിട്ട് അഭിനയിച്ച് പോയിട്ടുണ്ട്. പിന്നെയുള്ളത് അരുൺ പ്രദീപ്, കോവിഡ് ടൈമിൽ കുറേ വീഡിയോസ് ചെയ്ത പുള്ളി. പിന്നെ അർജുൻ അജികുമാർ എന്ന് പറയുന്ന ഒരു പയ്യൻ. ഇവർ 4 പേരുമാണ് ഒരു ഗ്യാങ് ആയിട്ട്. ഇവരെ കൂടാതെ പിന്നെ 2 സ്റ്റുഡൻസ് കഥാപാത്രങ്ങൾ വരുന്നത്. ഒന്ന് ചെയ്തിട്ടുള്ളത് ഇഷാൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും എൻ്റെ അളിയിൽ സുരാജിൻ്റെ ഒരു ബ്ലാന്തൻ അളിയനായിട്ട് അഭിനയിച്ച അദ്ദേഹം മാർക്കോയ്ക്കകത്ത് വിഷ്വലി ചാലഞ്ചഡ് ആയിട്ടുള്ള കഥാപാത്രം ചെയ്ത അദ്ദേഹം. ഇതിൽ നിരഞ്ജന അനൂപുണ്ട് മറ്റൊരു കഥാപാത്രം സ്റ്റുഡൻ്റായിട്ട്. അപ്പോൾ നിരഞ്ജന അനൂപിൻ്റെ ബെസ്റ്റിയായിട്ട് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാനം നിരഞ്ജന അനൂപുമായിട്ട് ഒരു ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്. എന്ത് തേങ്ങയാണ് പുള്ളി കളിക്കണത്. കഴിഞ്ഞ ദിവസം മിയയുടെ ഡാൻസ് തന്നെ ഉണ്ടായിരുന്നു. അതേപോലെ കോമഡി ആയിട്ട് കേട്ടോ ഇദ്ദേഹത്തിൻ്റെ ഡാൻസ്. ഇദ്ദേഹം ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായി കഴിഞ്ഞാലും ഡാൻസ് നല്ല കോമഡി ആയിട്ടുണ്ട്. തകച്ചൽ ലെവലിൽ ചെയ്യേണ്ട സാധനമായിരുന്നു, പക്ഷേ ഒത്തില്ല. പിന്നെ നിരഞ്ജന അനൂപ് ഒരു ബ്രേക്കിന് ശേഷമാണ് അഭിനയിക്കുന്നത് തോന്നുന്നു. വേറെ കാര്യമായിട്ട് നായികമാരൊന്നുമില്ല. ഉള്ളതിൽ അവർക്കാണ് കൂടുതൽ സീൻസ് ഉള്ളത്. അവർ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. സിനിമ ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തത്. അതായത് പ്രത്യേകിച്ച് ഈ പിള്ളേരുടെ സന്ദീപ് പ്രദീപ്, സാഫ് ബോയ്, ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ ഒരു ഡയലോഗ് ഡെലിവറിയും ഇവർ പറയുന്ന ഡയലോഗ്സ് ഭയങ്കര ക്രിഞ്ച്. അതായത് ഇവർ ഒരു കോവിഡ് ടൈം മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അതേ തരത്തിലുള്ള ഡയലോഗ്സും പെർഫോമൻസും കുറേ ജെൻസി വേർഡ്സും, മറ്റേ സ്കിബിഡി എന്ന് പറയുക, ഇലൂമിനാറ്റി എന്ന് പറയുക, എന്നിട്ട് വിളിച്ചിട്ട്. അതായത് ഇവർ നോർമലി വീഡിയോസിനകത്ത് സംസാരിക്കൂലേ, ഓക്കെ സ്റ്റുഡൻസ് ആണ്, ക്യാമ്പസിലാണ്, പക്ഷേ ഇത് ഭയങ്കര ക്രിഞ്ച് ഫെസ്റ്റായിട്ട്, എസ്പെഷ്യലി ഇവരുടെ ഈ സംസാരം ഇതിങ്ങനെ. പിന്നെ അതിനുശേഷം സുരാജിൻ്റെ എൻട്രിയാണ്. സുരാജ് കോളേജ് ലെക്ചറാണ്. സുരാജ് ഞാൻ വിചാരിച്ച സ്ഥിരം മസിൽ പിടുത്തം ഇൻസേർട്ടൊക്കെ ചെയ്ത് വന്ന് അങ്ങനെ. പക്ഷേ പിന്നെ സുരാജ് അങ്ങ് മാറി. എല്ലാവരും മാറുന്നുണ്ട്, സുരാജ് മാത്രമല്ല. ഇതിൽ ചില വിൻറ്റേജ് കൊമേഡിയൻ സുരാജ് ഇല്ല, അതിന് ചില ഫ്ലേവേഴ്സൊക്കെ വന്നു പോയിട്ടുണ്ട്. പക്ഷേ അത് ത്രൂ ഔട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഷറഫു വന്നിട്ട് കുറേ സമയം മനസ്സിലാവുന്നില്ല ഷറഫിൻ്റെ ക്യാരക്ടർ എന്താണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറേ ടൈം എടുത്ത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സൂപ്പർ നാച്ചുറൽ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരുന്നവരെ ഷറഫ് ചിരിക്കുന്നു. ഷറഫ് ഇങ്ങനെ ചിരിക്കുകയാണെങ്കിൽ പുള്ളി എന്താണ്, കോമഡിയാണോ ഉദ്ദേശിക്കുന്നത്, പുള്ളി വില്ലനസ് ആണോ ഉദ്ദേശിക്കുന്നത്, അതോ വേറെ എന്തോ സൂപ്പർ പവർ ഉണ്ടെന്ന് വെച്ചാൽ. പിന്നെ അതുപോലെ തന്നെ സൂപ്പർ പവർ എന്ന് പറഞ്ഞപ്പോഴത് ഇഷ്ടം പോലെ ഈ സൂപ്പർ കോമിക് മറ്റേ പരിപാടി ഉണ്ടല്ലോ, അതിനകത്തുള്ള റെഫറൻസസ് സകല സൂപ്പർ ഹീറോസിനെ വലിച്ചിട്ട് റെഫറൻസ് പറയാം. അങ്ങനെയുള്ള കുറേ പരിപാടി. ടൊവിനോനൊക്കെ പറയുന്നുണ്ട്, ടൊവിനോ അവരുടെ ടീമാണല്ലോ, അതുകൊണ്ടായിരിക്കും. മിന്നൽ മുരളി. അപ്പോൾ അങ്ങനെ ആദ്യത്തെ കുറേ സമയം ഇങ്ങനെ എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ടും ഓവർ ഡൂയിങ് ആയിട്ട് ഫീൽ ചെയ്ത്. പിന്നെ സിനിമ ഒന്ന് അപ്പാവുന്നത്, ഈ സിനിമയുടെ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ സൂപ്പർ നാച്ചുറൽ പരിപാടി വരുന്ന മുതലാണ്. പിന്നെ മൈൻഡ് ബെൻഡിങ്, മൈൻഡ് ലോക്കിംഗ് പരിപാടി തുടങ്ങി. പിന്നെ അത് ക്യാരക്ടർ സോപ്പിങ്ങിലേക്ക് പോയിട്ട്, ക്യാരക്ടർ സോപ്പിംഗ് ആകുമ്പോഴേക്ക് ഏകദേശം ഇൻ്റർവെല്ലായി. അവിടെ നിന്ന് മുതൽ പിന്നെ പടം ഒരു പോക്കാം. മറ്റ് ഈ സിനിമകൾ പോലുള്ള കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ റെഫറൻസസ് പറഞ്ഞാൽ സ്പോയിലറായി ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ ഇത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് കോമഡി ആയിട്ടാണ്. ക്യാരക്ടർ സോപ്പ് ചെയ്തിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള പടങ്ങളുണ്ട്.
പക്ഷേ ത്രില്ലിംഗ് ആയിട്ടുള്ള പടങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ഫുൾ കോമഡിയാണ്. പിന്നീട് അങ്ങോട്ട് ഈ പടം ഭയങ്കര കോമഡി ആയിരുന്നു, എസ്പെഷ്യലി തിയേറ്റർ വാച്ചിൽ. കാരണം ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണുന്ന സമയത്ത് പെർഫോമൻസസ് സുരാജ് ഞാൻ പറഞ്ഞില്ല, ചില വിൻറ്റേജ് ഫ്ലേവേഴ്സ് വരുന്നു ക്യാരക്ടർ സോപ്പിന് ശേഷം. പിന്നെ ക്യാരക്ടർ സോപ്പ് എന്ന് പറയുമ്പം അത് സ്വാഭാവികമായിട്ടും ഈ അഭിനയവും മാറണമല്ലോ. അതുവരെയുള്ള ക്യാരക്ടേഴ്സ് അല്ലേ പിന്നെ ഇവർ ചെയ്യുന്നത്. അത് എല്ലാവരും, അത് പിന്നെ സന്ദീപ് പ്രദീപ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സുരാജ് ആയി കഴിഞ്ഞാലും ഷറഫ് ആയി കഴിഞ്ഞാലും 3 പേരും കിടുവായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഷാജു ഇതിലൊരു സീൻ വന്നു പോകുന്നുണ്ട്. പിന്നെ പൂജ മോഹൻരാജ് സുരാജിൻ്റെ വൈഫായിട്ട്, സുരാജിൻ്റെ വൈഫാണെങ്കിലും ഇതിൽ പൂജ മോഹൻരാജും ഷറഫുള്ളൊരു സീൻ ഉണ്ടായിരുന്നു. പൊളി സാധനം. അങ്ങനെ കുറേ പരിപാടികൾ, കുറേ കോമഡി ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ കുറേ സമയം എനിക്ക് നല്ല രീതിക്ക് ക്രിഞ്ചടിച്ചിട്ടാണ് കണ്ടത്. പിന്നെ പടം അങ്ങ് അപ്പായി. പിന്നെ കോമഡി ട്രാക്കിലേക്ക് കയറി. ഈ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് കൊണ്ടും ഈ സ്റ്റോറിയിലുള്ള ആ ഒരു സ്ക്രിപ്റ്റിനകത്ത് തന്നെയുള്ള പ്ലോട്ടിനകത്തുള്ള കോമഡി സീൻസ്, സിറ്റുവേഷൻസ് കൊണ്ട് നല്ല വൃത്തിക്ക് കണ്ടിട്ടുള്ളൊരു സിനിമ. തുടരും സിനിമയിൽ ശാന്തമീ രാത്രിയിൽ കേട്ട സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിലും റാംജിറാവ് സ്പീക്കിങ്ങിലെ ബാലകൃഷ്ണൻ മ്യൂസിക് ആയിട്ടുള്ള പടക്കളം സോങ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് പഴയ സോങ്സ് ഇങ്ങനെ ഈ അറ്റ്മോസ്ഫിയർ കേൾക്കുമ്പോഴല്ലോ ഭയങ്കര രസമാണ്. ഇതിലെനിക്ക് അതേപോലെ ആ പടക്കളം സോങ് യൂസ് ചെയ്ത് സിനിമയുടെ ടൈറ്റിലായിട്ട് യോജിച്ച് പോകുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഈ സിനിമയ്ക്ക് സാറ്റിസ്ഫൈങ് ക്ലൈമാക്സ് ആണ്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഉള്ളൊരു അപരാധ പരിപാടി ഉണ്ടല്ലോ, 2ാം ഭാഗം എന്ന് എഴുതി കാണിക്കില്ല. അത് വേണമെങ്കിൽ കാണിക്കാൻ പറ്റുന്ന ഒരു സിനാരിയോ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവരങ്ങനെ എഴുതി കാണിച്ച് പറയിപ്പിച്ചിട്ടില്ല.